ഒരു നിലക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ സംഗതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് മതസൗഹാർദ്ദം തന്നെയാണ് ഏറ്റവും പ്രധാനം. നോർത്തിലൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അത് അവിടെ അല്ലേ എന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടില് ഒരു വിഷുവിന് കൃഷ്ണ ഭഗവാന്റെ മുന്നിൽ ഒരു മന്തി ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തെമ്മാടിത്തരത്തിന്റെ അങ്ങേ അറ്റാണ്. വളരെ നേരോ ആയിട്ടാണ് നമ്മുടെ നാട്ടിലൊരു പ്രശ്നങ്ങളില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോണത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഒരാളേക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിന് ഡിസൈനറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാലും ശരി, ഓണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാലും ശരി, അത് പുറത്ത് ഔട്ട് വരാൻ പാടില്ലായിരുന്നു. മാത്രമല്ല അങ്ങനെ ചിന്തിച്ച ഒരു ഡിസൈനർ അവർ പറയും ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ എന്നുള്ളത്. അങ്ങനത്തെ സ്വാതന്ത്ര്യം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്തിന്റെ പേരിലും. കാരണം ചെറിയൊരു കാര്യം മതി പ്രശ്നങ്ങൾ പൊട്ടി പുറപ്പെടാൻ. പക്ഷെ അത് അവസാനിക്കാൻ ചിലപ്പോൾ ഒരുപാട് കാലവും വർഷവും സമയം എടുക്കും. അപ്പോ ഇത് ന്യായീകരിച്ചിട്ട് ഇത് ശരിയല്ലേ അല്ലെങ്കിൽ തെറ്റല്ലേ അതൊന്നുമില്ല. നാളെ ഒരു പള്ളി പെരുന്നാളോ അല്ലെങ്കിൽ നാളെ ഒരു പെരുന്നാളിന് ഒരു ഉസ്താദിന്റെ പേരിൽ ബീർ കുപ്പിയുടെ പോസ്റ്റർ വെച്ചിട്ട് പെരുന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല, ഈ നാടിന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഓരോ മതത്തിനും അവര് വിശ്വാസങ്ങളുണ്ട്. ആ രീതി നമ്മൾ ഉൾക്കൊള്ളണം. മാവേലി പോണ മാതിരിയല്ല കൃഷ്ണ ഭഗവാനെ നമ്മൾ ഇങ്ങനെ ഒരു മന്തിയും ചിക്കനൊക്കെ വെച്ചുകൊടുത്ത് കാണിക്കുമ്പോൾ അതൊരു അവഹേളിക്കലാണ്. അറിയാതെ പറ്റിയതാണെങ്കിൽ കൂടെ വിഷമമുണ്ടായ ആളുകൾക്ക് അത് എന്താവും, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അവരോട് നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ, പറ്റിപ്പോയി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് ന്യായീകരിച്ചാരും വരാൻ പാടില്ല. അത് തെറ്റാണ്. എന്റെ അഭിപ്രായം തെറ്റാണെന്ന് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം.